ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു അറേബ്യൻ ഡെസേർട്ടാണ്. ഇതിന് നമുക്ക് ലയാലി ലുബ്നാൻ, ലബ്നീസ് നൈറ്റ് എന്നൊക്കെ അറിയപ്പെടും. പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് റവ പുഡിംഗ് എന്ന് പറയാം. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഈസി ആൻഡ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ അറേബ്യൻ ഡെസേർട്ട് റെഡിയാക്കി എടുത്തതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ റവയുടെ ലെയറാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. റവയുടെ ലെയറിന് വേണ്ടി ഞാനിവിടെ 4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സോസ് പാനിലോട്ട് 4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാര. ഇനി നമുക്ക് ആ പാലും പഞ്ചസാരയും നല്ലോണം മെൽറ്റ് ആവണം. പഞ്ചസാര പാലിനോട് നല്ലോണം മെൽറ്റായിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ടുണ്ട് പാലിൻ്റെ കൂടെ. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കണം. റവ ഇതേ രീതിയിലാണ് ഇടേണ്ടത്. എന്നിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മിക്സ് ചെയ്തില്ലെങ്കിൽ അത് അടി പിടിക്കും, അല്ലെങ്കിൽ റവ കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാനും അടി പിടിക്കാതിരിക്കാനും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ റോസ് വാട്ടർ. ഇനി അതും നല്ലപോലെ ഈ റവയുടെ മിക്സായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ റവയുടെ മിക്സ് നല്ല ഒരു കുറുകി വരുന്നിടം വരെ ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കണം. ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കുറുകൽ വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഇതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ റവയുടെ മിക്സ്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അതേ കൺസിസ്റ്റൻസിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടെ തിക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഇത് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ തിക്കായിക്കോളും. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ആറിയതിന് ശേഷം, ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യുന്നൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം അത് ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു സെറ്റ് ചെയ്യുന്നൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, പുഡിംഗ് സെറ്റ് ചെയ്യുന്നൊരു പ്ലേറ്റ്. അതിനകത്തോട്ട് ഞാൻ ഈ റവയുടെ മിക്സ്ചർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ റവയുടെ മിക്സ്ചർ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ റവയുടെ ലെയർ നല്ലപോലെ സെറ്റായി കിട്ടും. ഒരു 1 അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര. ഇനി ഇതൊന്ന് പഞ്ചസാര വെള്ളമായിട്ട് നല്ലോലൊന്ന് ഡിസോൾവ് ആവണം, നല്ലോലൊന്ന് മെൽറ്റ് ആവണം. മെൽറ്റ് ആവുന്നിടം വരെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ അതിലേക്ക് ഒരു 2 ഡ്രോപ്സ്, ഒരു 2 ഡ്രോപ്സ് ഓഫ് എന്താ പറയുന്നത് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 ഡ്രോപ്സ് ഓഫ് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങയുടെ കുരു വീണ് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി, അത് പ്രശ്നമാക്കണ്ട. എന്നിട്ടൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഷുഗർ ഒന്ന് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നിടം വരെ. അപ്പോൾ ഏകദേശം ഷുഗർ സിറപ്പ് എല്ലാം നല്ല ബോയിലായി വരുന്നുണ്ട്. ഷുഗറൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോയിലായതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ജസ്റ്റ് തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ 5 മിനിറ്റൊക്കെ കുക്ക് ഏകദേശം തീരാറായി. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനൊരു 2 കപ്പ് പാൽ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 3 ടേബിൾ സ്പൂൺ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കോൺഫ്ലോറിൻ്റെ ലെയറാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് ഈ പാലും പഞ്ചസാരയും
സ്വീറ്റൻ കണ്ടൻസ് മിൽക്ക് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പാൽ ഒന്ന് ചൂടായി ഒരു തിള വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കും. കോൺഫ്ലോറിൻ്റെ മിക്സിന് വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ പിസ്ത എലാച്ചിയുടെ മിക്സ് ഒരു ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇത് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു പിസ്തയുടെ ഫ്ലേവർ ഈ കോൺഫ്ലോറിൻ്റെ ലെയറിന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പിസ്ത എലാച്ചിയുടെ മിക്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പിസ്തയുടെ ഒരു ഫ്ലേവർ നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരാറായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ കോൺഫ്ലോറിൻ്റെയും പിസ്ത എലാച്ചിയുടെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കട്ട പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ഇത് ചൂടും കൂടെ ആകുമ്പോഴത്തേന് ഇതൊന്ന് കുറുകി വരും. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് കുറുകും തോറും ചിലപ്പോൾ ഇത് അടി പിടിക്കും. അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ഇത് കുറുകി വരാറായി. നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയൊക്കെ കിട്ടുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ട് ഇത്. അതാണ്ട് ഇതേപോലെ നല്ല തിളയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരുപാടങ്ങ് കട്ടി വേണ്ട. ഞാൻ ഇച്ചിരി ലൂസ് ടൈപ്പാണ് ഈ പുഡിങ് ഉദ്ദേശിക്കുന്നത്. കാരണം മേളത്തെ ലെയർ, അപ്പോൾ ഒരുപാടങ്ങ് കുറുക്കിയെടുക്കേണ്ട. ഈ ഒരു പരുവം മതി. ഏകദേശം ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ റവയുടെ ലെയറൊക്കെ സെറ്റായിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ ക്രീമും കൂടെ റവയുടെ ലെയറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ചൂടാറാനൊന്നും വെച്ചില്ല, ഞാനങ്ങ് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് പ്രശ്നമില്ല, അത് കുഴപ്പമില്ല, അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 4 to 5 hours ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കണം. എന്നാലേ ഇതൊന്ന് സെറ്റ് ആകത്തുള്ളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം ഞാനിതൊരു 5 hours ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് നട്ട്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനു വേണ്ടി നട്ട്സ് എടുത്തിട്ടുള്ളത് ബദാം, കാഷ്യൂസ്, പീനട്ടുമാണ്. അതെല്ലാം നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതാണ്. സാധാരണ ഇതിന് പിസ്ത ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ പിസ്തയുടെ ഒരു ഫ്ലേവർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ബദാം, പീനട്ട്സ് പിന്നെ കാഷ്യൂവും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എഡ്ജസിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിഡിലിൽ കുറച്ച് ഈ എന്താ പറയുക പൗഡറൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ മൊത്തത്തിൽ വേണമെങ്കിലും ഈ നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലയാലി ലുബ്നാൻ അല്ലെങ്കിൽ ലബ്നീസ് നൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പോലെ റവ പുഡിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാധാരണ പിസ്തയുടെ ഫ്ലേവറൊന്നും ചേർക്കാറില്ല. ഞാൻ പിസ്തയുടെ ഫ്ലേവർ ചേഞ്ചിന് വേണ്ടി ഒന്ന് നോക്കിയതേ ഉള്ളൂ. പക്ഷേ ഇത് നല്ലതായി വരുമെന്ന് എൻ്റെ വിശ്വാസം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഒരു പീസ് അതിനകത്തുനിന്ന് എടുക്കാം. ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ആ റവയുടെ ലെയർ നല്ലപോലെ സെറ്റായിട്ടുണ്ട്.
മേൽവശം കറക്റ്റ് എൻ്റെ ഒരു രീതിയിലുള്ള കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നല്ല ഭംഗിയുണ്ട്, അടിവശമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് 2 ലെയർ, ഒന്ന് റവയുടെ ലെയർ, ഒന്ന് കോൺഫ്ലോറിൻ്റെ ലെയർ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കാം, ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ്ട് അടിപൊളി, നല്ല ഭയങ്കര സോഫ്റ്റ്, വായിൽ അലിഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ ഷുഗർ സിറപ്പും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ്ട ഒന്നുകൂടെ നോക്കിക്കോ. ഇതാ അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണേ വായിലങ്ങ് അലിഞ്ഞു പോകുന്ന കോൺഫ്ലോറും റവയും എല്ലാം കൂടെ സൂപ്പർ. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി പുഡിങ്ങാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അയച്ചു തരണം, എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ ഒന്ന് അയച്ചു തരണം. പിന്നെ എന്തായാലും നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്തു നോക്കണം. നമുക്ക് പെരുന്നാളിനൊരു ഡെസേർട്ട് ആയാലും ഇപ്പോൾ ഇഫ്താർ ടൈമിലായിട്ടൊരു ഡെസേർട്ട് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാനും മറക്കല്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.